ഇന്നൊരു മൺഡേ മോർണിംഗ് ആയതുകൊണ്ട് പൊന്നൂസിനെ ഉണർത്താൻ വേണ്ടി വന്നപ്പം അതുപോലെ തന്നെ നമ്മുടെ ഹെൻസ് ബേബിയാണ് കേട്ടോ ആദ്യമേ ഉണർന്നത്. ഹെൻസ് ബേബി ഉണർന്നു കഴിഞ്ഞാൽ പൊന്നൂസിനെ പിന്നെ ഉണർത്താൻ വളരെ ഈസിയാണ് കേട്ടോ. രണ്ടാളും ഉണർന്നു കഴിഞ്ഞാൽ അവരുടേതായ ലവ് ലാംഗ്വേജ് ഒക്കെ കഴിഞ്ഞിട്ടേ അവർ ബെഡിൽ നിന്ന് എണീറ്റ് വരാറുള്ളൂ കേട്ടോ. ആ ഒരു ടൈമിൽ ഞാൻ പൊന്നൂസിനുള്ള സ്നാക്സും ലഞ്ചും ഒക്കെ സെറ്റാക്കി വയ്ക്കുകയെ. അവർ രണ്ടാളുടെയും സ്നേഹപ്രകടനങ്ങളെല്ലാം കഴിഞ്ഞ് പതിവ് പോലെ അവർ രണ്ടാളും ഒന്നിച്ചാണ് കേട്ടോ കിച്ചണിലേക്ക് വരാറ്. പിന്നെ ഇവിടെ ഒരു ഓട്ടപ്പാച്ചിലാണ് കേട്ടോ. പൊന്നൂസിനെ റെഡിയാക്കാനും ഹെൻസിബി ബാലൻസ് ചെയ്യാനും കുറച്ച് പാടുപെടണേ. എന്നത്തെയും പോലെ ഒരു മോർണിംഗ് അല്ലായിരുന്നു കേട്ടോ ഇന്ന്. തനിച്ചായതുകൊണ്ട് തന്നെ രണ്ടാളെയും ബാലൻസ് ചെയ്ത് പോകാൻ കുറച്ചധികം പാടുപെടേണ്ട വന്നേ. ഇന്ന് എൻ്റെ ഫാദറിനോട് നെക്സ്റ്റ് ചെക്കപ്പിൻ്റെ ഡേ ആയിരുന്നേ. അതുകൊണ്ട് തന്നെ അവർ രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാൻ ഹെൻസിബിയെ ബാലൻസ് ചെയ്ത് പൊന്നൂനെ റെഡിയാക്കി സ്കൂളിലേക്ക് വിട്ടിട്ടുണ്ട് കേട്ടോ. പൊന്നൂസ് സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഡ്യൂട്ടി ഹെൻസിബിക്ക് ഫുഡ് കൊടുക്കലാണ്. ഹെൻസ് ബേബി ഇപ്പം ചെറുതായിട്ടൊക്കെ പിടിച്ച് നടക്കുന്നത് കൊണ്ട് തന്നെ ആളെ ഒരിടത്ത് ഇരുത്തി ഫുഡ് കൊടുക്കൽ പോസിബിൾ അല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ആളുടെ പിന്നാലെ നടന്നിട്ടാണ് കേട്ടോ ആൾക്ക് ഫുഡ് കൊടുക്കൽ. ഹെൻസ് ബേബിന് ഫുഡൊക്കെ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മേലൊക്കെ കഴുകിയിട്ട് ഞാൻ ഒന്നുകൂടി ഉറക്കാറാണ് കേട്ടോ പതിവ്. പക്ഷേ ഇന്ന് പതിവുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ആൾ ഉറങ്ങാതിരിക്കുകയാണ് കേട്ടോ. ഇന്ന് ഞാനെൻ്റെ 18ാമത്തെ അടവ് എടുത്തിട്ടും ഹെൻസ് ബേബി ഉറങ്ങുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ വിചാരിച്ചു ഇനി ടൈം ലേറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിലോട്ട് കിടക്കുവാണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.